ശ്രീല മാം നമസ്കാരം. നമസ്തേ. 7 വർഷമായി അവൾക്കൊപ്പം നിൽക്കുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏഷ്യനെറ്റിൻ്റെ ഒരു ചർച്ചയിൽ റിമ കല്ലിങ്കൽ സിന്ധു സൂര്യകുമാറിനോട് പറഞ്ഞതാണ്. സിന്ധു സൂര്യകുമാർ അതിൽ പറഞ്ഞ ഒരു കാര്യം, റിമയ്ക്കെതിരെയുള്ള വാർത്തകൾ ഞങ്ങൾ മുക്കിയെന്ന് പലരും പറയുന്നു. ആ വാർത്തയ്ക്ക് വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആ വാർത്ത കൊടുക്കാത്തത്. റിമയ്ക്കെതിരെയും പാർവതി തിരുവോത്തിനെതിരെയും രേവതിക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇതൊക്കെ വിശ്വാസ്യത കിട്ടിയതിന് ശേഷം മാത്രം വാർത്തയാക്കുന്നതും മുകേഷിനെതിരെയും നിവിൻ പോളിക്കെതിരെയും മറ്റു നടന്മാർക്കെതിരെയും ഒക്കെ പീഡന കേസുകൾ വരുമ്പോൾ അതിലൊന്നും വിശ്വാസ്യത വരുന്നതിന് മുന്നേ തന്നെ അവരുടെ ഭാഗം പോലും കേൾക്കാതെ വാർത്ത കൊടുക്കുകയും ചെയ്യുന്നു. സിന്ധു സൂര്യകുമാറിന്റെ അല്ലെങ്കിൽ ഏഷ്യനെറ്റിന്റെ ഈ ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ ഈ നടിമാർക്ക് മുന്നിൽ, ഈ WCCക്ക് മുന്നിലുള്ള ഇവരുടെ ഓച്ചാനിച്ച് നിൽപ്പ് സത്യത്തിൽ പുച്ഛം തോന്നുകയാണ് സിന്ധു സൂര്യകുമാറിനോടൊക്കെ. എങ്ങനെ കാണുന്നു? എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആകെ സിന്ധു സൂര്യകുമാർ മാത്രമല്ല, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ആ വാർത്ത കവർ ചെയ്തു എന്നാണ് റിമ കല്ലിങ്കൽ പറയുന്നത്. പക്ഷെ ഒരു മുഖ്യധാരാ മാധ്യമവും, എനിക്ക് തോന്നുന്നു ജനം TV അല്ലാതെ ഒരു മുഖ്യധാരാ മാധ്യമവും ഈ വാർത്ത കവർ ചെയ്തിട്ടില്ല. മാതൃഭൂമി 10 മിനിറ്റ് നേരത്തേക്ക് ഈ വാർത്ത നൽകുകയും പിൻവലിക്കുകയുമായിരുന്നു. അപ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു മാധ്യമ പ്രവർത്തകയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മാധ്യമ പ്രവർത്തക ഈ WCCയുമായി ബന്ധപ്പെട്ട് അവരുടെ വക്താവ് പോലെ പ്രവർത്തിക്കുന്ന, പല ഘട്ടങ്ങളിലും അവർക്ക് വേണ്ടി ചർച്ചയ്ക്കൊക്കെ വരുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്. അപ്പൊ അവരുടെ ചില ഇടപെടലുകളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പിൻവലിക്കാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഇവിടെ പറയേണ്ടത്, ഒരു വാർത്ത നൽകുമ്പോൾ ശരിയാണ്, നമ്മൾ വാർത്ത കേട്ടാൽ വാർത്ത കൊടുക്കും. ആ വാർത്ത കൊടുത്ത ശേഷം ഇവരെയൊക്കെ ഫോണിൽ വിളിക്കുകയോ ഇവരുടെ പ്രതികരണമാകുകയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്തത്. മുകേഷിന്റെ കാര്യത്തിലാണെങ്കിലും രഞ്ജിത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സംഭവിച്ചതാണ്. എന്നാൽ റിമയുടെ വാർത്ത അല്ലെങ്കിൽ ആഷിക് അബുവിന്റെ വാർത്ത കണ്ടപാടെ ന്യൂസ് ഡെസ്കുകളിൽ നിന്ന് അതുമാത്രം വിശ്വാസയോഗ്യമല്ല എന്ന് പറയാൻ ഈ CPMന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പോലെ ഈ തീവ്രത അളക്കുന്ന മെഷീൻ പോലെ ഏതെങ്കിലും സത്യസന്ധത അളക്കുന്ന അല്ലെങ്കിൽ ഈ ഗോസിപ്പ് അളക്കുന്ന മെഷീനോ, ഗോസിപ്പ് അല്ല എന്ന് മനസ്സിലാക്കാനും വാർത്തകൾ സ്ഥിരീകരിക്കുന്ന മെഷീനോ ഇവിടെ എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ റിമ കല്ലിങ്കലും ആഷിക് അബുവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഈ ആരോപണം സിനിമാ രംഗത്തൊട്ടാകെ ചർച്ചയുള്ള ആരോപണം തന്നെയാണ്. ഇത് ചർച്ചയില്ലാത്തൊരു ആരോപണമല്ല. സിനിമാ രംഗത്ത് മാത്രമല്ല, പല ഘട്ടങ്ങളിലും പലയിടങ്ങളിലും ചർച്ചാ വിഷയമായ ഒരു ആരോപണം, ആ ആരോപണം മുമ്പോട്ട് വരുമ്പോൾ അതിന് മാത്രം വിശ്വാസ്യത ഇല്ലാതാവുകയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വിശ്വാസ്യത ഉണ്ടാവുകയും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ ഒരു വലിയ കൾച്ചർ കഴിഞ്ഞ 7 വർഷമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. ദിലീപിന്റെ കേസ് വന്ന ഉടൻ തന്നെ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഈ WCC എന്ന് പറയുന്നത്. അന്നേ ഞാൻ പറഞ്ഞിരുന്നു, ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സംഘടനയാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ റിമയുടെയും ആഷിക്കിന്റെയും വാർത്ത വരുന്നത് കൂടാതെ രേവതിക്കെതിരെ ഉയർന്ന ആരോപണത്തിലും ആൾക്കാരങ്ങ് ആ പയ്യൻ ആരോപണം ഉന്നയിച്ച വ്യക്തി പേര് പറഞ്ഞു പോയത് കൊണ്ട് മാത്രം അത് മാധ്യമങ്ങളിൽ ആ പേര് ചർച്ച ചെയ്തതാണ്. ചർച്ച എന്ന് പറയാൻ മറ്റു ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. ആ പേര് കേട്ടതാണ്, മാധ്യമങ്ങളിലൂടെ പൊതുജനം കേട്ടതാണ്. അതിനും അപ്പുറം ബൈറ്റിനകത്ത് കേട്ടുപോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതും പരമാവധി കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് പരമാവധി മറച്ചു വയ്ക്കാനോ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ അത്തരം ഒരു ആരോപണം ഉയർന്നാൽ ഒരു ഫോണിലെങ്കിലും ഒരു ടെലിയിലെങ്കിലും രേവതിയെ വിളിച്ച് ചോദിക്കാനോ റിമ കല്ലിങ്കലിന്റെ വാർത്ത കൊടുത്ത ശേഷം റിമ കല്ലിങ്കലിനോട് ചോദിക്കാനോ ഒക്കെയുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ആഷിക് അബു റിമയിൽ തെറ്റ് ചെയ്യില്ല എന്ന എന്തു ബോധ്യമാണ് സിന്ധു സൂര്യകുമാറിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഗായികയുമായി ബന്ധപ്പെട്ടുള്ള അവർ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയായിരിക്കാം. പക്ഷെ അങ്ങനെയെങ്കിൽ അവരെ അവിശ്വസിക്കാത്ത ഇവരൊക്കെ എവിടെ നിന്നോ ഒക്കെ വന്നിട്ടുള്ള ഏതൊക്കെയോ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പറയുന്ന വാക്കുകൾ വെച്ചുകൊണ്ട് പലരെയും ഇത്തരത്തിൽ ക്രോശിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. നോക്കൂ, ഇവിടെ രഞ്ജിത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ബലാത്സംഗ ആരോപണം ആണ് ഇപ്പോ രണ്ടാമത് വന്നതാണ്. ആദ്യത്തെ ഘട്ടത്തിൽ രാജിവെക്കുന്നിടം വരെ ഉണ്ടായിരുന്ന ആരോപണം എന്തായിരുന്നു? രഞ്ജിത്തിനെ സംബന്ധിച്ചുണ്ടായ ആരോപണം ഉണ്ടായത് രഞ്ജിത്ത് ഒരു നടിയോട് മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. അത്തരത്തിൽ ഒരു ആരോപണം മാത്രമാണ് ഉണ്ടായത്. ഏഷ്യാനെറ്റ് ഇവിടെ നിന്ന് റിപ്പോർട്ടറെ അവിടെ വിട്ട്, എനിക്കൊന്ന് ബാംഗ്ലൂരിലേക്ക് വിട്ട്, ബാംഗ്ലൂരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ ഇന്റർവ്യൂ എടുത്ത് ആദ്യം കൊടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവരത് കൊടുക്കുകയും രഞ്ജിത്തിനെ രാജിവെപ്പിക്കുന്നിടം വരെ രഞ്ജിത്തിന്റെ പിറകെ നടക്കുകയും ചെയ്തു. എന്നാൽ രഞ്ജിത്ത് രാജിവെച്ചത് എവിടെ നിന്നാണ്? ചലച്ചിത്ര അക്കാദമിയിൽ നിന്നാണ്. എന്നാൽ ഒരു MLA ആയിരുന്നു മുകേഷ് രാജിവെച്ചിട്ടുണ്ടോ? മുകേഷ് രാജിവെച്ചിട്ടില്ല. മുകേഷ് MLA ആണ്. രാജിവെക്കുന്ന കീഴ്വഴക്കമില്ല, രാജിവെക്കേണ്ടതില്ല എന്നാണ് CPM പോലും പറയുന്നത്.
ഏതായാലും സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ മാത്രം ഹേമ കമ്മിറ്റിയിലെ ചർച്ചയാക്കി നിർത്തുന്നതിന്റെ പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട്. അത് മാത്രമല്ല, ജനങ്ങളെല്ലാം തന്നെ മയക്കുമരുന്ന് അല്ലെങ്കിൽ സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തെ പറ്റി സംസാരിച്ചു തുടങ്ങുന്നുവെന്ന ബോധ്യം വന്നപ്പോഴാണ് നിവിൻ പോളിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വരുന്നത്. ആ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉണ്ടാകുമ്പോൾ തന്നെ നിവിൻ പോളിക്ക് ഏതാണ്ട് ഒന്നരയോ മാസം മുമ്പ് കൊടുത്തിരുന്ന ഒരു കേസ്, ആ കേസിൽ ഒന്നുമില്ല എന്ന് കണ്ടുപോയ കേസിൽ ബലാത്സംഗ ശ്രമം കൂടി അല്ലെങ്കിൽ ബലാത്സംഗം കൂടി ചേർത്തുകൊണ്ട് ആ ആരോപണം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയയും മയക്കുമരുന്നും ഒക്കെ ചർച്ച ചെയ്യാതിരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമുണ്ട് എന്ന് തന്നെയാണ്. ഈ മയക്കുമരുന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ രാസലഹരിയെ കുറിച്ചോ ഒക്കെ മാധ്യമപ്രവർത്തകർക്ക് ചർച്ച ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടാവും ഒരുപക്ഷെ. കാരണം അവരുമൊക്കെ ഇതിന്റെ ഏതെങ്കിലുമൊക്കെ കണ്ണികളുടെ ഭാഗവും അല്ലെങ്കിൽ അതായത് മാധ്യമപ്രവർത്തകർ കണ്ണികളാവുന്നു എന്ന് പറയുന്നത് അതിന്റെ വിപണനത്തിലോ മറ്റൊന്നിലോ അല്ല, ഇവരുമൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കാം മദ്യവും മയക്കുമരുന്നും ഒക്കെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകരുത് എന്ന് ഇവർ തീരുമാനിച്ചത്. മാത്രമല്ല, WCCയുടെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്നത് WCCയുടെ സ്ഥാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ദിലീപിനെ തീർക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യമായിരുന്നു. ആ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ദിലീപിനെതിരായി ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ഇവരോട് പലരും ഐക്യദാർഢ്യപ്പെട്ടു പോയിട്ടുണ്ട്. ചില ചാനലുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിലീപിനെതിരായി വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ചില ചാനലുകൾ നമ്മൾ കണ്ടതാണ്. റിപ്പോർട്ടർ ചാനൽ ഒരു കാലത്ത് ദിലീപിനെ കൊണ്ട് മാത്രം ജീവിച്ച ചാനലാണ്. ഇപ്പോഴും മറ്റെല്ലാ വിഷയങ്ങളും വരുമ്പോഴും ഇടയ്ക്കൊന്ന് ദിലീപിനെ ഡ്രാഗ് ചെയ്യാനും ആ വിഷയത്തിലേക്ക് കൊണ്ടുവരാനും ഒരു ശ്രമം നടത്തി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മൊഴിമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ശ്രമമൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുഖ്യധാര മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊതുജനം കഴുതയല്ല എന്നുള്ളതാണ്. പല ഓൺലൈൻ ചാനലുകാരും വാർത്തകളുമായി വരുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും, എല്ലാം ഞാൻ പറയില്ല, ഓൺലൈൻ ചാനലുകാരുടെ കയ്യിലും ഇത്തരത്തിലുള്ള ഉടായ്പകളും പിറപ്പുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. കാരണം ഒരു തെളിവുമില്ലാത്ത വാർത്തകൾ നൽകുന്ന ചിലരുണ്ട്, എവിടുന്നെങ്കിലും കിട്ടുന്ന ഫോർവേഡുകൾ എടുത്തു വെച്ചുകൊണ്ട് വാർത്ത കൊടുക്കുന്നവരുണ്ട്, ഒരു കാര്യത്തിന്റെ വിശ്വാസ്യതയില്ലാതെ വാർത്ത ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, അത് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് മാത്രമല്ല, വാർത്തകളെ വളരെ പൈങ്കിളിവൽക്കരിക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ മോശമായത് അങ്ങനത്തെ തമ്പുകളൊക്കെ ഇട്ടാലേ വാർത്ത പോകൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നവരും ഒരു ധാർമ്മികതയും ഇല്ലാതെ വാർത്തകൾ കൊടുക്കുന്നവരും ഒരു ഭാഗത്തെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചുകൊണ്ട് മറുഭാഗം പഠിക്കുക പോലും ചെയ്യാതെ വാർത്ത കൊടുക്കുന്നവരും ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ചില വിഷയങ്ങൾ മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ചയാക്കുന്നത് പോലും. വിഷയത്തിലും എന്താണ് സംഭവിച്ചത്? 3 ദിവസത്തെ വ്യത്യാസമാണ്, 3 ദിവസമാണ് മാധ്യമങ്ങൾ വാർത്ത മുക്കി വെച്ചിരുന്നത്. ആ വാർത്തകൾക്ക് വേണ്ടി, അതായത് റിമ പരാതി കൊടുത്തപ്പോൾ അത് വാർത്തയായി. അതുവരെ പരാതി കൊടുക്കാനുള്ള സമയം വരെ കാത്തിരുന്നു. എന്നാൽ നിവിൻ പോളിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? 1 മണിക്കൂറിനുള്ളിൽ നിവിൻ പോളി ലോകത്തിലെ ഏറ്റവും വലിയ ബലാത്സംഗ വീരനും മറ്റെല്ലാമാക്കി നിവിൻ പോളിക്കെതിരെയുള്ള പീഡന വാർത്ത കൊട്ടിഘോഷിച്ച് നടത്തുകയായിരുന്നില്ലേ? ഇതിൽ നിന്നാണ് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചു പോട്ടെ. ഇപ്പോ ആ റിമ കല്ലിങ്കലുമായുള്ള ഇന്റർവ്യൂവിൽ സിന്ധു സൂര്യകുമാർ പറയുന്നത് കേട്ടു, സ്ത്രീ ആയതുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. അതോ ഒരു ചോദ്യം. രണ്ടാമത്, WCCയുടെ ഉദ്ദേശം സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടം, തുല്യ വേതനം, അവർക്ക് കിട്ടേണ്ട പരിഗണനകൾ കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് WCCയിലെ ഒരു അംഗം ഇരുന്ന കാരവാനിൽ ഒന്ന് മൂത്രമൊഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അനുവദിക്കാത്തവരാണ് ഈ സിനിമാ മേഖലയെ ഉദ്ധരിക്കാനും സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാനും വരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഇവരൊക്കെ ഒരു ഗൂഢ ലക്ഷ്യത്തോടെയല്ലേ മുന്നോട്ട് വരുന്നത് എന്ന് തോന്നിപ്പോകുന്നു. അത് ശരിയാണോ? തീർച്ചയായും ധന്യ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ പിറ്റേ ദിവസത്തെ ചർച്ചയിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്, WCCക്ക് ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ടെന്നും ആ സ്ഥാപിത താല്പര്യങ്ങളുടെ പുറത്താണ് WCC പ്രവർത്തിക്കുന്നതെന്നും. ഒരു പക്ഷേ ആദ്യം പറഞ്ഞ ഒരാളായിരിക്കും ഞാൻ. അത് കൃത്യമായി തന്നെ ദിലീപുമായുള്ള വൈരാഗ്യത്തെ തുടർന്നുണ്ടായ ഒരു സംഘടനയാണ്, അവർക്ക് സ്ഥാപിത താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം, ഞാനത് പറയാനുള്ള കാരണം ദിലീപിനോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ദിലീപിന് വേണ്ടി സംസാരിക്കുന്നതോ കൊണ്ടോ ഒന്നുമല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങൾ, കഴിഞ്ഞ 7 വർഷമായി ഈ സംഘടന രൂപം കൊണ്ടിട്ട് അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ, അതിനുശേഷം എത്രയോ സ്ത്രീ വിഷയങ്ങൾ ഉണ്ടായി. WCCയുടെ സ്വരം എവിടെയും കേട്ടിട്ടില്ല. ഏതെങ്കിലും സ്ത്രീ വിഷയത്തിൽ WCC പ്രതികരിച്ചു കണ്ടിട്ടുണ്ടോ? അലൻസിയറിനെതിരെ പരാതി ഉണ്ടായി, അന്ന് പ്രതികരിച്ചില്ല. വിജയ് ബാബുവിനെതിരെ പരാതി ഉണ്ടായി, ആ സമയത്ത് പ്രതികരിച്ചില്ല. അങ്ങനെ നിരവധി പൃഥ്വിരാജിന്റെ ബ്രോഡാഡിയുടെ സെറ്റിൽ പരാതി ഉണ്ടായി, ആ സമയത്തൊന്നും പ്രതികരിച്ചിട്ടില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 7 വർഷമായി പ്രശ്നങ്ങളില്ലേ? ഞങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടു, ഞങ്ങളെ എല്ലാവരും ആക്രമിക്കുന്നു, ഞങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല. ഇവരെന്താണ് ചെയ്തത്? ഭാഗ്യലക്ഷ്മി ഏറ്റവും ഗുരുതരമായ ആരോപണമല്ലേ ഉന്നയിച്ചത്? ഈ നടിമാരുടെയൊക്കെ നമ്പറിലേക്ക് വിളിച്ചാൽ പോലും, ഭാഗ്യലക്ഷ്മി വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല, അവസാനം മെസ്സേജ് ചെയ്താൽ മാത്രമേ എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ ഇപ്പോൾ അവർ പറയുന്നത്, ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അവർ മൊഴി കൊടുത്തവരെ ഒന്നും
അവരെ ഒന്നും ഇനി ചോദ്യം ചെയ്യരുത്, അവരോടൊന്നും ചോദിക്കരുത്, നിങ്ങൾ ദയവ് ചെയ്ത് കേസ് എടുക്കണം, അവരോടൊക്കെ ചോദിക്കുന്നതിന് എതിർപ്പുണ്ടെന്ന് ഇന്നലെയും റിവ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഒരു കേസ് എടുക്കാൻ കഴിയുക? ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുന്നു, ആ ആരോപണം ഉന്നയിക്കും, ഞാൻ പറയുന്നു ഒരാൾ കൊലപാതകയാണ് എന്ന് പറഞ്ഞാൽ കേസ് എടുക്കാൻ കേരള പോലീസിന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഒന്നുകിൽ ഞാൻ വന്ന് എന്റെ പരാതി പറയണം, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം, അവർ അന്വേഷണം നടത്തും, ആ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലല്ലേ കേസ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ കോടതിയിൽ എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇനി ആരോടും ഒന്നും ചോദിക്കരുത്, ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ അങ്ങ് കേട്ടോണം, സംസാരിച്ചോണം എന്നാണ്. ഇപ്പൊ സ്വരം ഒന്ന് ചെറിയായി മാറിയിട്ടുണ്ട് ഇവരുടെയൊക്കെ. കാരണം ഇവരിൽപ്പെട്ടവരും ഇവരുടെ ചില കൂട്ടുകാരും ഒക്കെ പ്രതിരോധത്തിലാകുന്നുണ്ടോ എന്ന സംശയം വന്നപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണ്ട, ഇനി നമുക്ക് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇന്റർവ്യൂ കണ്ടു. ഒന്ന് പത്മപ്രിയയുടെ ഇന്റർവ്യൂ ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സിന്ധു സൂര്യകുമാർ ചെയ്തു, അതുപോലെ തന്നെ ഈ റീമയുടെ ഇന്റർവ്യൂ. ഈ 2 ഇന്റർവ്യൂവിൽ ഇവർ പറയുന്നത് ഇത്രയും കാലം മോഹൻലാലിനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് ഒരേ ആൻസറാണ്. അതായത് ഇത്രയും കാലം ചിന്തിച്ചില്ലല്ലോ, ഇനി നമുക്ക് ചിന്തിക്കാം, റെവല്യൂഷനും റിനൈസൻസും ഒക്കെ ഉണ്ടാവുന്നത് ഒരുമിച്ചല്ലേ എപ്പോഴെങ്കിലും അല്ല, ഒരേ ഒറ്റ സെന്റൻസ് ആണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരൊക്കെ ഇതൊരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുകയാണ്. സിനിമ പിടിച്ചടക്കാനുള്ള മട്ടാഞ്ചേരി മാഫിയയുടെ ശ്രമമാണോ ഇത്തരം ചില ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സിനിമാ സംഘടനകളെ ബന്ധപ്പെട്ട് പറയുന്നത് ആഷിഖ് കപൂർ മുസ്ലിം ആയതുകൊണ്ട് സംഘപരിവാർ അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന്റെ ആ മതത്തിന്റെ ഒരു ഇരവാദം മുഴക്കിക്കൊണ്ടാണ് ഈ വിഷയത്തെ നേരിടാൻ ആഷിഖ് കപൂർ ശ്രമിക്കുന്നത്. സത്യത്തിൽ അത് തന്നെ മോശപ്പെട്ട കാര്യമല്ലേ? ആഷിഖ് കപൂറിനെ ഇവിടെ മതം പറഞ്ഞ ആരും ഒന്നും പറയാൻ പോയിട്ടില്ല. ആഷിഖ് കപൂർ ഒരു കലാകാരനാണ്. ഒരിക്കലും മതം പറഞ്ഞ ഒരു കലാകാരെയും കേരളത്തിലെ ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ സംഘപരിവാർ പോലും ഒരു ആളെയും അങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഹൈന്ദവ സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെങ്കിലും ചിലരെങ്കിലും സൈബർ ഇടങ്ങളിലെങ്കിലും മുന്നോട്ട് അത്തരത്തിലുള്ള ആരോപണങ്ങളെങ്കിലും വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നേരത്തെയും സംവിധായകന്മാരും എഴുത്തുകാരും ഒക്കെ ഉണ്ടായിരുന്നില്ലേ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടത്? അവരെ ആരും ആക്രമിച്ചിട്ടില്ലല്ലോ. ഈ ആഷിഖ് കപൂർ മാത്രം എന്നെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞതിന് മുമ്പ് അത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. സന്ദീപ് വാര്യർ ഒരു വളരെ കൃത്യമായ ഒരു ആരോപണം പ്രളയവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടായ ഇവരുടെ ഒരു സംഗീത നിശയുമായി ബന്ധപ്പെട്ടൊരു സംഭവം, സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് പണം അടയ്ക്കാത്തതിനെ സംബന്ധിച്ച് വലിയൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം കൃത്യമായിരുന്നു. അതിനുശേഷം പണം അടച്ചുകൊണ്ട് ആഷിഖ് കപൂർ രക്ഷപ്പെടുകയായിരുന്നു. ആ ഒരു കാരണം വെച്ചുകൊണ്ട്, അതായത് ഇതൊരു സാധാരണ ഒരു മനുഷ്യരോട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എന്നെ ആക്രമിക്കുന്നു എന്ന് പറയാം. മുസ്ലിം ആയതുകൊണ്ടല്ലോ റിമയെ ആക്രമിച്ചല്ലോ. ഇവർ രണ്ടുപേരും റിമയെ ആരാണ് ആക്രമിച്ചത്? ഗായിക സുചിത്രയാണ് ആരംഭിച്ചത്. സുചിത്രയ്ക്ക് എന്ത് സംഘപരിവാർ ബന്ധമാണുള്ളത്? അവരാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള നിശാപാട്ടുകൾ നടക്കുന്നുണ്ട് എന്ന്. ഇത് പല സിനിമാ രംഗത്തുള്ള പലരും ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സിനിമാ രംഗത്തുള്ള പലരുടെയും ആരോപണമാണ്. ഭാഗ്യലക്ഷ്മി വളരെ പറഞ്ഞില്ലേ, ഇതെന്താണ് അന്വേഷിക്കാത്തത് ഭാഗ്യലക്ഷ്മി ചോദിക്കുമ്പോൾ, അതായത് റിമയെ കുറിച്ചും ആഷിഖ് കപൂറിനെ കുറിച്ചും വന്ന ആരോപണം എന്തുകൊണ്ടാണെന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുമ്പോൾ, അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സിനിമാ രംഗത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവരുടെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, എത്ര നടിമാർ പല ഘട്ടങ്ങളിലായി പല നടിമാരും മയക്കുമരുന്നിന് അടിമകളായി പോവുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്ത നടിമാരുണ്ട്. അത്തരത്തിലുള്ള ചില നടിമാർ രക്ഷപ്പെട്ടു പോയിട്ടുമുണ്ട്. എനിക്കങ്ങനെ നായികയായി തന്നെ നിൽക്കുന്ന 2 or 3 നടിമാരെ അത്തരത്തിൽ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തീർച്ചയായും ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ബാക്കിയുള്ള എല്ലാവരെയും, കാരണം പൊതുസമൂഹത്തിലുള്ള സിനിമാ രംഗത്തുള്ള എല്ലാവരെയും അവിശ്വസിക്കുന്ന മാധ്യമങ്ങൾ, ഒരു വാക്കുപോലും ഉരിയാടാത്ത റിമയെയും ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ രേവതിയെയും ഒക്കെ വിശ്വസിക്കുന്നതാണ് എനിക്ക് അതിശയം തോന്നുന്നത്. സാധാരണ നമുക്കറിയാം, ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നിലുമില്ലാതിരുന്ന കേന്ദ്രമന്ത്രി മാത്രമായ, കേരളത്തിലെ സർക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണല്ലോ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധമില്ല. അങ്ങനെ ഒരാളോട്, അദ്ദേഹം സിനിമാ രംഗത്തുള്ള ഒരാളാണ്, കേന്ദ്രമന്ത്രിയാണ്. അമ്മയുമായി യാതൊരു അടുപ്പവും ഇല്ലാത്ത ഒരാളായിരുന്നു. 27 വർഷം അദ്ദേഹം അമ്മ യോഗങ്ങളിൽ പോലും പങ്കെടുക്കാത്ത ഒരാളോട് പോയി മൈക്ക് വെച്ച് ആദ്യം ഒന്ന് ചോദിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്നവർ എന്തുകൊണ്ടാണ് റിമയെയും ആഷിഖിനെയും രേവതിയെയും മാറ്റി നിർത്തുന്നത്? ആ ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് അറിയേണ്ടത്. യഥാർത്ഥത്തിൽ പവർ ഗ്രൂപ്പ്, പവർ ഗാങ് ആയി പ്രവർത്തിക്കുന്നത് ഇവരാണ്. ഞാൻ ചോദിക്കുന്നത്, സിനിമാ രംഗത്തിൽ ഇപ്പൊ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ആരെങ്കിലും ഒക്കെ നമ്മളെ നിയന്ത്രിക്കുന്നവരുണ്ടാവും. അവിടുത്തെ തൊഴിലാളികളെയോ അല്ലെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ളവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ കാണും. അത്തരമൊരു റോളല്ലേ ഇവർക്ക് മറ്റവർക്കും ഒക്കെ ഉള്ളത്? ഞാൻ ചോദിക്കുന്നത്, മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ഉള്ളത് അത്തരമൊരു റോളല്ലേ? ശാസിക്കാനും പറയാനും ഒക്കെ ഉള്ള ഒരു അവകാശം. അതിനപ്പുറം മാധ്യമങ്ങളെ, അവർക്കെതിരെ വന്ന ഏതെങ്കിലും വാർത്ത ഏതെങ്കിലും മാധ്യമങ്ങൾ മുക്കിയിട്ടുണ്ടോ? മാധ്യമങ്ങളെ ഏതെങ്കിലും സർക്കാർ അവർക്കെതിരെ ഏതെങ്കിലും കേസ് എടുക്കാതിരുന്നിട്ടുണ്ടോ? ആനക്കുവുമായി ബന്ധപ്പെട്ട കേസ് എടുത്തില്ലേ? സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ കാറിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കേസ് എടുത്തില്ലേ? ഏതിലാണ് കേസ് എടുക്കാതിരുന്നത്? റിമയ്ക്കെതിരെയും ആഷിഖിനെതിരെയും രേവതിക്കെതിരെയും ആരോപണം ഉണ്ടാകുമ്പോൾ അതിൽ കേസ് എടുക്കാതിരിക്കുകയും
സർക്കാർ സംവിധാനങ്ങൾ അവർക്ക് അനുകൂലമായി പെരുമാറുകയും പോലീസിൽ കേസെടുക്കാതിരിക്കുകയും ഇത്തരം ആരോപണങ്ങളെ അന്വേഷിക്കാതിരിക്കുകയും മാധ്യമങ്ങൾ അഡ്രസ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരാണ് പവർ ഗ്രൂപ്പ്, ഇവരാണ് സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നത്, ഇവരുടെ ആധിപത്യത്തിൽ സിനിമാ സംഘടനകളെ ഇവർ തകർക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട്, സ്ത്രീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, സെറ്റിലാകെ സ്ത്രീ വിഷയമാണെന്ന ഒറ്റ കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള മയക്കുമരുന്ന് അടക്കമുള്ള സ്ത്രീ വിഷയങ്ങളിലേക്ക് പോകാവുന്ന, സ്ത്രീകളെ ആക്രമിക്കുന്നത് പലതും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ബ്രോഡ് ആഡിയുടെ സെറ്റിലുണ്ടായത് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ്. എന്നിട്ടും പൃഥ്വിരാജിനെ പോലെ ഒരാൾ, അയാൾ എന്തുകൊണ്ടാണ് അത് അഡ്രസ് ചെയ്യാതിരുന്നത്? മയക്കുമരുന്ന് ഏറ്റവും ഗൗരവകരമായ വിഷയമാണ് സിനിമാ സെറ്റുകളിലെ. അത്തരം വിഷയങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് സിനിമാ രംഗത്തെ എല്ലാ വിഷയങ്ങളും സ്ത്രീ വിഷയങ്ങൾ മാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഏത് സ്ത്രീ വിഷയത്തെയാണ് ഈ ഒരു 6 7 നടിമാർ ചേർന്ന് ഏത് സ്ത്രീ വിഷയം ആണ് അവർ ഇതുവരെ അഡ്രസ് ചെയ്തിട്ടുള്ളത്? അവരോട് പീഡിപ്പിക്കപ്പെട്ട ഈ ഒരു പെൺകുട്ടിയല്ലാതെ, നേരത്തെ ഉണ്ടായിരുന്ന ഇവരുടെ അതിജീവിതയല്ലാതെ മറ്റേതെങ്കിലും അതിജീവിതകളെ കാണാനും സംസാരിക്കാനുമെങ്കിലും ഇവരിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഏതായാലും സിനിമാ രംഗത്തെ സ്ത്രീകളെ ഉദ്ധരിക്കാനും സിനിമാ സെറ്റുകളിലെ സ്ത്രീവിരുദ്ധത ഇല്ലാതാക്കാനും ഒരുങ്ങി പുറപ്പെടുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വിളിച്ചു ചോദിക്കാറുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ലേ ധന്യയോട്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ധന്യയെ എവിടെന്നെങ്കിലും കേട്ടറിഞ്ഞാൽ ഞാൻ വിളിച്ചു ചോദിക്കാറില്ലേ എന്താ ധന്യ പ്രശ്നമെന്ന്? അപ്പൊ സ്ത്രീ രംഗത്ത് അത്തരത്തിലുള്ള ജേർണലിസ്റ്റുകളുടെ ഇടയിൽ തന്നെ അത്തരത്തിൽ 1 2 പേരേ ഉള്ളൂ. അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ശ്രീല പിള്ള എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിഷയങ്ങളിൽ എന്നോട് പലതവണ ഞാൻ ഒരു ബുദ്ധിമുട്ട് വിളിച്ച് പറയുമ്പോഴൊക്കെ അക്കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി. അതായത് ഒരു ഈഗോ ഇല്ലാതെ, ശത്രുതയില്ലാതെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മികച്ച മാധ്യമ പ്രവർത്തക തന്നെയാണ് എൻ്റെ ഗുരു കൂടിയായ ശ്രീല പിള്ള എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ അന്വേഷണം വേണ്ടത് തന്നെയാണ്. സെക്സ് മാത്രമല്ല, ലഹരിയും ഒരു വലിയ വിഷയം തന്നെയാണ്. ആ വിഷയത്തിൽ അന്വേഷണം വേണം. റിമ കല്ലിങ്കലും ആഷിഖ് അബുവും ഉൾപ്പെടെയുള്ള ഇനി ആരൊക്കെ അക്കൂട്ടത്തിലുണ്ടോ അവർക്കെതിരെയൊക്കെ അന്വേഷണം വേണ്ടത് തന്നെയാണ്. ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.